ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്ത്രീകൾക്ക് നൽകപ്പെടുന്നത് അനൽപമല്ലാത്ത പദവികളാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ മാറ്റി നിർത്തി മുമ്പോട്ടു പോകാൻ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ലീഗിനാവില്ല. അതിനാൽ അത്തരം പദവികളിലേക്ക് സ്ത്രീകളെ കണ്ടെത്തി നിയമിക്കാൻ ലീഗ് നിർബന്ധിതമായിരിക്കുകയാണ്. ഈ വിധം നിയമിക്കപ്പെടുന്നവർ സാധ്യമാകും വിധം മതനിയമങ്ങൾ പാലിക്കുവാൻ ബാധ്യസ്ഥരുമാണ്. അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. എന്നാൽ ഈ വിധം നിയമിക്കപ്പെടുന്ന ചില സ്ത്രീകൾ അല്ലെങ്കിൽ അവരോട് കൂടെ പ്രവർത്തിക്കുന്ന സ്ത്രീകളിൽ ചിലർ മതനിയമങ്ങൾ ലംഘിക്കുന്നതായി കാണപ്പെടുന്നുണ്ട്. ഇത് പക്ഷേ ലീഗിന് നിയന്ത്രിക്കാനാകില്ല. കാരണം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതിന് സ്ത്രീകളുടെ മതവിഷയത്തിൽ ഇടപെടുന്നതിന് ചില പരിമിതികളുണ്ട്. മതവിഷയത്തിൽ സ്ത്രീകളെ നിയന്ത്രിക്കേണ്ടത് ആ സ്ത്രീകൾ ഏത് ഇസ്ലാമിക സംഘടനകളുടെ ഭാഗമാണോ അവരാണ്. സുന്നി വിഭാഗത്തിലെ സ്ത്രീകൾ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി പലയിടങ്ങളിലും മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരിലധികവും വിജയാഘോഷ പരിപാടികളിൽ അന്യപുരുഷന്മാരോടൊപ്പം പങ്കെടുക്കുന്നുമുണ്ട്. ഇവരെ പക്ഷേ പാർട്ടിയെ പേരെടുത്തു പറഞ്ഞ് വിമർശിക്കാൻ അധിക വിമർശകരും തയ്യാറാകുന്നില്ല. മാത്രമല്ല ആ സഹോദരിമാരെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നതിൽ ഈ വിഭാഗത്തിൽ പെട്ടവർക്ക് അനൽപമല്ലാത്ത പങ്കുണ്ട്. ചുരുക്കത്തിൽ സുന്നി മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളുടെ ഭാഗമായ സ്ത്രീകളിൽ കാണുന്ന ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് ആക്ഷേപിക്കേണ്ടത് അവർ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെയല്ല, അവർ ഉൾക്കൊള്ളുന്ന മതസംഘടനകളെയാണ്. ഇന്ന് വ്യാപാര സ്ഥാപനങ്ങളിലും ആശുപത്രികളിലും മറ്റും പ്രവർത്തിക്കുന്ന മുസ്ലിം സ്ത്രീകളിൽ അധികവും സുന്നി വിഭാഗത്തിൽപ്പെട്ടവരാണ്. എന്നാൽ അവരിൽ പ്രകടമാകുന്ന ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ ആരെങ്കിലും ആ സ്ഥാപന മേധാവികളെ ആക്ഷേപിക്കാറുണ്ടോ? ഇല്ല. കാരണം അത് യുക്തിസഹമല്ല. ആകയാൽ ഓരോ വിഭാഗവും അവരുടെ പക്ഷത്തുള്ള സ്ത്രീകൾ എന്തുകൊണ്ട് മതശാസനകൾ പാലിക്കുന്നില്ല എന്നതിനെക്കുറിച്ച് പഠിക്കുകയും കണ്ടെത്തുന്ന കാരണങ്ങൾ ഇല്ലായ്മ ചെയ്ത് അവരെ ശരിയായ വഴിയിലൂടെ സഞ്ചരിക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്യുകയാണ് വേണ്ടത്.